മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞ അപകടം. ഒരാൾ മരിച്ചു. പെരുവയിൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പരിക്കേറ്റ് 20 പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചത് ബസ് യാത്രക്കാരനാണെന്നുള്ള വിവരം പുറത്തുവരുന്നു. ഒപ്പം അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ജനം TVക്ക് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കർമ്മനം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ശിവദാസെ, ഭയാനകമായ ദൃശ്യങ്ങൾ നോക്കൂ. ആ ബസ് തലകീഴായി മറിയുന്ന ദൃശ്യങ്ങൾ കാണുകയാണ്. എന്തായാലും വലിയൊരു അപകടമാണ്. ഒരാൾക്ക് ജീവൻ നഷ്ടമായെന്ന് മനസ്സിലാക്കുന്നു. ആർക്കാണ് ജീവൻ നഷ്ടമായത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകട കാരണം എന്താണ്? ഒപ്പം ഈ പരിക്കേറ്റവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ് ശിവദാസ് തുടരുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ഏകദേശം 10:45 കൂടിയിട്ടാണ് ഇത്തരത്തിൽ കുറ്റിപ്പുറം ദേശീയപാതയോരത്ത് ഇത്തരത്തിൽ ഒരു വൻ അപകടം ഉണ്ടായിരിക്കുന്നത്. അതായത് ആ CCTV ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചതുപോലെ തന്നെ ഭീകരമായ ഒരു CCTV ദൃശ്യം തന്നെയാണ്. ആ ബസ് തല കീഴായി മറിയുന്ന ദൃശ്യമാണ് അതിൽ ഉള്ളത്. വലിയൊരു അപകടം തന്നെയാണെന്ന് ആ ദൃശ്യത്തിൽ നിന്നും തന്നെ നമുക്ക് കണ്ടാൽ തന്നെ വ്യക്തമാകും. ഈ അപകടത്തിൽ ഒരാളാണ് മരിച്ചിരിക്കുന്നത്. കോഴിക്കോട് പെരുവയൽ സ്വദേശിയായ 31 വയസ്സുകാരനായ വൈഷ്ണവ് എന്ന യുവാവാണ് മരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 20 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് ഒരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഈ ബസ്സിൽ കൂടുതൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. ഏകദേശം 20ഓളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഈ അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും 3 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. മറ്റുള്ളവർക്ക് ഗുരുതരമായ ഒരു പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. പലപ്പോഴും ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നിത്യമായി ഉണ്ടാവാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ബസ് തൃശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോടേക്ക് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ ബസ് അമിത വേഗതയിലായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഈ ബസ് അപ്രതീക്ഷിതമായി ബ്രേക്ക് ചവിട്ടിയപ്പോൾ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ച് പിന്നീട് ഡിവൈഡറിൽ ഇടിച്ച് സമീപത്തുള്ള ഒരു കാറിന്റെ മുകളിലേക്ക് മറിയുകയായിരുന്നു. ആ കാറ് നേരത്തെ അപകടത്തിൽ പെട്ട് ഈ സൈഡ് അരികു ചേർത്ത് നിർത്തിയിട്ടായിരുന്നു. അതിന്റെ മുകളിലേക്കാണ് ഈ ബസ് തലകീഴായി മറിഞ്ഞിരുന്നത്. പിന്നീട് അല്പസമയം മുൻപ് ഈ ബസ് ഇവിടെ നിന്നും ഈ സംഭവ സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട്. JCB അടക്കം കൊണ്ടുവന്ന് അത് മാറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ പ്രദേശവാസികൾ ഓടിയെത്തുകയും പിന്നീട് പെട്ടെന്ന് ബസ്സിനുള്ളിൽ കുടുങ്ങിയ ആളുകളെ പുറത്ത് എടുക്കുന്നതിന് വേണ്ടി ശ്രമം തുടർന്നു. ചില ആളുകളെയൊക്കെ തന്നെ ബസ്സിലെ ചില ഭാഗങ്ങൾ പൊളിച്ചുകൊണ്ടാണ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. എന്തായാലും ആശ്വാസകരം എന്ന് പറയുന്നത് 3 പേരുടെ നില ഗുരുതരമാണെങ്കിലും മറ്റുള്ളവർക്ക് കാര്യമായ പരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അശ്വതി. ശരി ശിവദാസ്, വിവരങ്ങൾ വ്യക്തമാണ്. മലപ്പുറം കുറ്റിപ്പുറത്താണ് ബസ് തലകീഴായി മറിഞ്ഞ് അപകടമുണ്ടായത്. എന്തായാലും 3 പേരുടെ നില ഗുരുതരമായി എന്ന് പറയുമ്പോൾ ആശങ്കാജനകമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.